ആലപ്പുഴ കുട്ടനാട്ടിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. രാമങ്കരി സ്വദേശി വിദ്യയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംശയമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. മനീഷ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഇതേക്കുറിച്ച് പോലീസ് പറയുന്നത്? പ്രവിത, ഇന്നലെ രാത്രി 10:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഓട്ടോറിക്ഷയിൽ മറ്റൊരു സ്ഥലത്ത് പോയി വിദ്യ വീട്ടിലേക്ക് വന്ന സമയത്താണ്, വീട്ടിൽ വെച്ചാണ് വിദ്യയെ ഭർത്താവ് വിനോദ് കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. വയറ്റിലാണ് കുത്തിയത്. വീട്ടിൽ ആ സമയത്ത് കുട്ടികൾ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ, ഒപ്പം തന്നെ ഒരു മകളും വീട്ടിലുള്ള സമയത്താണ് വിനോദ് ഭാര്യ വിദ്യയെ കത്തി കൊണ്ട് വയറ്റിൽ കുത്തിയത്. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ കൂടി ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ വിദ്യയുടെ ജീവൻ രക്ഷിക്കാനായില്ല. 42 വയസ്സാണ് വിദ്യക്ക്. ഈ രാമങ്കരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വേഴപ്ര ചിറയിൽ അകത്തേപ്പറമ്പിൽ മതിമോളം എന്ന വിളിപ്പേര് കൂടി വിദ്യക്കുണ്ട്. ഈ പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്നത് കുടുംബ വഴക്കാണ് ഇതിന്റെ പിന്നിലെ കാരണം. മറ്റൊരാളുമായി വിദ്യക്കുണ്ടായ ഒരു ബന്ധം, അങ്ങനെ ഒരു സംശയം, അതിന്റെ പേരിലാണ് നിലവിൽ ഇങ്ങനെ ഒരു തർക്കം ഉണ്ടായതും അതിന്റെ പേരിൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള സൂചനകൾ. ഇയാളെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത്, ഭർത്താവ് വിനോദിനെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. രാമങ്കരി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇയാൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഒക്കെ വെറും സംശയങ്ങൾ മാത്രമാണ്. നിലവിൽ രാമങ്കരി ജംഗ്ഷനിൽ ഈ മൃതദേഹം നിലവിൽ വണ്ടനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാമങ്കരി ജംഗ്ഷനിൽ ഹോട്ടൽ നടത്തുകയാണ് ഈ ദമ്പതികൾ. അങ്ങനെ ഒരു ജോലി ചെയ്തു വരുന്ന കുടുംബമായിരുന്നു ഇവർ. ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്ന കാര്യം അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ആസൂത്രിതമായ കൊലപാതകമല്ല, പെട്ടെന്നുള്ള പ്രകോപനമാണ്. ഇവർ തമ്മിലുള്ള തർക്കത്തിനിടയിൽ ഉണ്ടായ സംഭവമാണ് എന്നാണ് നിലവിൽ രാമങ്കരി പോലീസ് അന്വേഷിക്കുന്നത്. രാമങ്കരി പോലീസ് എന്താണെങ്കിലും മറ്റ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം വണ്ടനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന മണിക്കൂറുകൾ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഹാഷ്മി, പ്രവിത. മനീഷ് മഹിപാലാണ്. രാവിലെ വരുന്ന വാർത്തകളൊക്കെ തന്നെ ഒട്ടുമേ പോസിറ്റീവ് വാർത്തകളല്ല, മനസ്സിന് സുഖം തരുന്ന വാർത്തകളല്ല എന്ന് നന്നായി അറിയാം. പക്ഷേ അത്തരം ദൗർഭാഗ്യവശാൽ അത്തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് വരുന്നത്. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ വാർത്തയാണ് ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ റിപ്പോർട്ട് ചെയ്തത്.